വയനാട്ടിൽ ആ ദുരന്തമുണ്ടായി കഴിഞ്ഞപ്പോൾ തിരിച്ചറിയപ്പെടാനാകാത്ത മൃതദേഹങ്ങളെ സംസ്കരിച്ചത് നമ്മളെല്ലാവരും കണ്ടു. അവരുടെ പേരും വീട്ടുപേരും തറവാട്ടുപേരും ഒന്നും, അവരുടെ ഐഡൻറ്റിറ്റിയും ഒന്നുമില്ലാതെ സർവമത പ്രാർത്ഥനയാൽ കേവലം അവരുടെ DNA നമ്പറുകൾ മാത്രമായിട്ടാണ് അവരെ സംസ്കരിച്ചത്. ഇതെന്താണ് തെളിയിക്കുന്നത്? അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുറച്ചു ദിവസങ്ങളായി ചില ദുരന്ത കഥകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കാർക്കും സംഭവിക്കരുതേ എന്നാഗ്രഹിക്കുന്ന ചില ദുരന്തങ്ങൾ. കാടും മേടും പുഴയും അരുവിയുമെല്ലാം കൊണ്ട് സമൃദ്ധമായ പ്രകൃതി സുന്ദരമായ ചില പ്രദേശങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് തരിശുഭൂമിയായി മാറിക്കഴിഞ്ഞു. എത്ര നിസ്സഹായതയോടുകൂടിയാണ് നമ്മൾ അതിനെ നോക്കിക്കണ്ടത്. എത്രയെത്ര പ്രതീക്ഷകളോടുകൂടിയാണ് അന്ന് ആ രാത്രിയിൽ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും ഉറങ്ങിക്കിടന്നിട്ടുണ്ടാവുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് എല്ലാം നഷ്ടപ്പെട്ടവരായി മാറും എന്ന് ആരെങ്കിലും കരുതി കാണുമോ? നാളെക്കുറിച്ച് എത്രയെത്ര സ്വപ്നങ്ങൾ അവർ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് വൻ ദുരന്തം അവിടെ ഉണ്ടായത്. പ്രിയമുള്ളവരെ, ഈ ദുരന്തത്തിൽ നിന്ന് എന്ത് പാഠമാണ് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്? ഒരിറ്റുപോലും അഹങ്കരിക്കുവാൻ നമുക്ക് അർഹതയില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ ജോലി കൊണ്ട്, നമ്മുടെ പദവികൾ കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ കുടുംബത്തെ കൊണ്ട് ഒന്നും അഹങ്കരിക്കുവാൻ യാതൊരു അർഹതയും ഈ മനുഷ്യജീവിയായ നമുക്കില്ല എന്ന് വീണ്ടും വീണ്ടും പഠിപ്പിച്ചു തരികയാണ് ഈ ദുരന്തങ്ങൾ. എത്ര നിസ്സഹായതയോടു കൂടിയാണ് നമ്മളതിനെ നോക്കിക്കണ്ടത്. നാടും വീടും കുടുംബവുമെല്ലാം നഷ്ടപ്പെട്ട് അവരുടെ നഷ്ടങ്ങളുടെ കണക്ക് നമുക്കെഴുതിയാൽ തീരുന്ന അത്രയല്ല. അവരുടെ പച്ചയായ അനുഭവങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒരിറ്റു കണ്ണുനീർ തുള്ളി പോലും കണ്ണിൽ നിന്ന് പൊഴിയാതെ അത് കേട്ടു തീർക്കുവാൻ നമുക്കാർക്കും സാധിച്ചില്ല. ഇതെല്ലാം വലിയ ഓർമ്മപ്പെടുത്തലുകളാണ്. മരണം നമുക്കും വരാനുണ്ട് എന്ന വലിയ ഓർമ്മപ്പെടുത്തൽ. എപ്പോൾ, എങ്ങനെ, ഏത് സമയത്ത്, എവിടെ വെച്ച് നമ്മൾ ഓരോരുത്തരും മരിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല. നമ്മുടെ മരണം ഏത് സന്ദർഭത്തിൽ, ഏത് രൂപത്തിലും നമ്മുടെ അരികിലേക്ക് എത്താം. അന്നവരെ ഉറങ്ങിക്കിടന്ന സമയത്ത് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല തങ്ങൾ ഉണരുമ്പോഴേക്ക് ഇതെല്ലാം തരിശുഭൂമിയായി, ഇവിടെ ഒരു ഗ്രാമമുണ്ടായിരുന്നു എന്ന് തോന്നാത്ത വിധത്തിൽ ഇതെല്ലാം നശിച്ച് തരിപ്പണമായി പോകും എന്നുള്ളത്. എന്നാൽ അവരുണർന്നപ്പോഴേക്ക് അതെല്ലാം ഇല്ലാതായി കഴിഞ്ഞു. നമുക്കും മരണം വരാനുണ്ട്. ഏത് സന്ദർഭത്തിലും നമ്മൾ അതിനെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഈ സംഭവങ്ങൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മളും മറന്നുപോകും. അതിനെക്കുറിച്ച് പലപ്പോഴും മാത്രമായിരിക്കും നമ്മൾ ഓർത്തു പോവുക. ആ സമയത്ത് വീണ്ടും നമ്മൾ ഈ ലോകത്തെക്കുറിച്ചുള്ള, ഇഹലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ ചിന്തകളിലേക്ക് വഴിമാറിപ്പോകും. നമ്മുടെ ആഘോഷങ്ങളിലേക്ക്, നമ്മുടെ അതിരുവിട്ട ആർഭാടങ്ങളിലേക്ക് നമ്മൾ നീങ്ങിപ്പോകും. പ്രിയമുള്ളവരെ, നമുക്കൊന്നിരുത്തി ചിന്തിക്കുവാനുള്ള ഒരു സമയമാണ് ഇത് എന്ന് തോന്നിപ്പോകുന്നു. നമ്മെക്കുറിച്ച്, നമ്മുടെ നാഥനെക്കുറിച്ച്, നമ്മുടെ മരണത്തെക്കുറിച്ച്, നമുക്ക് വരാനിരിക്കുന്ന പാരത്രിക ജീവിതത്തെക്കുറിച്ച്. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എന്ത് തന്നെ ഉണ്ടായിക്കഴിഞ്ഞാലും, എത്ര തന്നെ ദുരന്തങ്ങൾ ഉണ്ടായാലും, ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പ്രതീക്ഷ കൈവിടാൻ പാടില്ല. എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് പ്രതീക്ഷ കൈവിടാതെ ജീവിക്കാനാകുന്നത്? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ, വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ് എന്ന്. കാരണം എന്ത് പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാലും, ഏത് പ്രയാസഘട്ടങ്ങളിലാണ് എന്നുണ്ടെങ്കിലും പ്രതീക്ഷ കൈവിടാതെ അവൻ ജീവിക്കുന്നു എന്നതാണ്. എങ്ങനെയാണ് നമുക്ക് ആ പ്രതീക്ഷ കൈവിടാതെ ജീവിക്കാനാകുന്നത്? ഈ ഐഹിക ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നമ്മുടെ വീട്, നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ ജോലി,
നമ്മുടെ പേരും പ്രശസ്തി, നമ്മുടെ കുടുംബം ഇവയൊന്നും ഒന്നുമല്ല, വെറും ക്ഷണികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് പരലോക ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. പരലോക ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത പലപ്പോഴും നമ്മുടെ ഈ ദുനിയാവിനോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടങ്ങൾ ഇല്ലാതാക്കും. അതിനെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും ഇതെല്ലാം നമ്മൾ മറന്ന് ഈ ദുനിയാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ നമ്മളും ഓടിക്കൂടും. എന്നാൽ ഏത് സമയത്തും മരണം വരാനുണ്ട് എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകണം. ഈ മരണത്തോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അജൽ വന്നെത്തിക്കഴിഞ്ഞാൽ, അവധി വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നൊരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും നമുക്ക് അല്ലാഹു നൽകുകയില്ല. ഒരു നഫ്സിനും അല്ലാഹു അത് നൽകുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു നമ്മെ വിളിച്ചാൽ ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും പോകുവാൻ തയ്യാറുള്ളവരായി നാം മാറിക്കഴിയേണ്ടതുണ്ട്. ഈ ദുരന്തങ്ങൾ ആ പാഠമാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് പലതും കടന്നു വരുന്ന സമയത്ത് നമ്മളൊക്കെ എന്തൊക്കെയോ ആണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. എന്നാൽ വയനാട്ടിൽ ആ ദുരന്തമുണ്ടായി കഴിഞ്ഞപ്പോൾ തിരിച്ചറിയപ്പെടാനാകാത്ത മൃതദേഹങ്ങളെ സംസ്കരിച്ചത് നമ്മളെല്ലാവരും കണ്ടു. അവരുടെ പേരും വീട്ടുപേരും തറവാട്ടുപേരും ഒന്നും, അവരുടെ ഐഡൻറ്റിറ്റിയും ഒന്നുമില്ലാതെ സർവമത പ്രാർത്ഥനയാൽ കേവലം അവരുടെ DNA നമ്പറുകൾ മാത്രമായിട്ടാണ് അവരെ സംസ്കരിച്ചത്. ഇതെന്താണ് തെളിയിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും നിസ്സഹായരാണ് എന്നതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അഹങ്കരിക്കുവാൻ ഒരു വകുപ്പുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മുമ്പിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട്, അവന് മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട്, മരണത്തെ കാത്തിരുന്നുകൊണ്ട്, പാരത്രിക ജീവിതത്തിലേക്ക് ഓരോന്നും ഒരുക്കി വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. ഇനി മുന്നോട്ടുള്ള യാത്ര അങ്ങനെയാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.